ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇന്ന് കൃഷീൻ്റെ എന്തൊക്കെയാണ് വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ളത് എന്നുള്ള മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വീഡിയോ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഇതാ നമ്മൾ കുറച്ച് മുമ്പായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി ചെയ്തിരുന്നു ഗ്രോ ബാഗിൽ. അപ്പോൾ അത് രണ്ട് ടൈപ്പാണ് ചെയ്തത്. ഫുള്ളായിട്ടും നട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന്. പിന്നെ അതിനെ പകുതി ഹാഫാക്കി കട്ട് ചെയ്തിട്ട് 2 പീസ് അങ്ങനെ നട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പീസ് ഡാമേജ് ആയിപ്പോയി. ഒന്നാണ് റെഡിയായി വന്നിട്ടുള്ളത്, ഗ്രോത്തായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ 2 ഗ്രോ ബാഗാണ് ഇത്. അപ്പം മാഷാ അല്ലാഹ് കുഴപ്പമില്ല, ഗ്രോത്തായി വരുന്നുണ്ട്, ലീഫൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് കിഴങ്ങൊക്കെ ഉണ്ടാവാറ്. അതുണ്ടാവുമെന്ന് അറിയില്ല. ഒരു 90 ഡേയ്സൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും അതിന് ലീഫൊക്കെ വന്നിക്കുന്നല്ലോ, സ്റ്റെമ്മും ലീഫൊക്കെ വന്നിക്കുന്നു. പിന്നെ ഇതാ സവാള നട്ടിരുന്നു വേറെ ഗ്രോ ബാഗിൽ. അപ്പോൾ അതും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സവാള നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒന്നാണ് വെച്ചത്, ആ ഒന്ന് അങ്ങനെ ചുറ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റിൽ നട്ട ഒരു സവാളയാണ് കേട്ടോ ഇതിപ്പോഴാണ് മുളയ്ക്കുന്നത്, ഇപ്പോഴാണ് കേട്ടോ റെഡിയായി വരുന്നത്. കുറേ സമയം എന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ ഇതിന് തൊട്ടപ്പുറമില്ലാതെ ഈ കുറേ ലീഫ് വരുന്ന അത് വേറൊരു സവാള ആയിരുന്നു കേട്ടോ. ആ സവാള ഫുള്ളായിട്ട് വെച്ച സമയത്ത് ഇതും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഈ അധികം ലീഫ് കാണുന്ന അതാണ് ഫസ്റ്റിൽ വന്നത്. ഇതങ്ങനെ നിന്നുപോയി. പക്ഷേ അതിപ്പം റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇത് വീണ്ടും ഞാൻ ഗ്ലാസ്സിലെങ്ങാണ്ട് വെച്ചിട്ട് മുളപ്പിച്ചെടുത്ത ആ ഒരു തരത്തിലുള്ളതുമാണ് എന്നാണ് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലിട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്രോ ബാഗിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ചാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നത് വെളുത്തുള്ളീൻ്റെ മുളച്ചതാണ് കേട്ടോ. അത് പുല്ലൊന്നുമല്ല, എന്താ പറയുക, കള അങ്ങനെയൊക്കെ പറയല്ലേ, അതൊന്നുമല്ല കേട്ടോ. ആ മഞ്ഞളിൻ്റെ ഒരു ഇതിലുള്ളത് അത് വെളുത്തുള്ളിയാണ്. പിന്നെ ഞാനിത് മുകളിലായിരുന്നു പാവലിൻ്റെയൊക്കെ വള്ളി. പിന്നെ അവിടെ പടർത്താനൊന്നും പറ്റാൻ സാധ്യത കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിനൊക്കെയും താഴോട്ടേക്ക് തന്നെ കൊണ്ടുവന്ന് താഴെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വള്ളി പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്താണ്. ഇപ്പം ഞാനിനി കുറച്ച് ദിവസം വീഡിയോസൊക്കെ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും, കാരണം കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഇവിടെ പാവലുണ്ട്. പിന്നെ ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഫസ്റ്റിൽ കുമ്പളത്തിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി. ഇപ്പോൾ രണ്ടാമത് ഒന്ന് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റിൽ മുളപ്പിക്കാൻ വെച്ചാൽ അത് ഇപ്പോൾ 2 ദിവസമായിട്ട് വേറെ ഒരു മുളപ്പിക്കുന്ന ആ ഒരു ട്രേയിൽ മുളച്ച് വരുന്നുണ്ട്. ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തായാലും വേണ്ടിയില്ല, ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ മത്തനെ വേറെ ഒരു ചാക്കിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതും വേണോ, ഞാൻ ഉണ്ടാവണ്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെ അതും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് പാവലൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നിത്യം രാവിലെ വൈകിട്ടും നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ പയർ നട്ടതാണ്, അത് ഒക്കെ വള്ളി പിടിച്ച് മുകളിലേക്ക് അങ്ങനെ കയറി വരുന്നുണ്ട്. പയറിൻ്റെ പൂവ് അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, ലീഫും വള്ളിയൊക്കെ അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒന്ന് സെറ്റായിട്ട് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കമ്പും ഒക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പയർ മുളപ്പിച്ചെടുക്കുന്നുണ്ട് കുറേശ്ശെ ആയിട്ട്. എന്നിട്ട് അതിനെ വീണ്ടും കൊണ്ടുവന്നിട്ട് 3-4 ലീഫൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ നട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്കും കുറച്ചും കൂടെ പയറിൻ്റെ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ ഞാൻ പയറിൻ്റെയൊക്കെ വെച്ച സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും പിന്നെ കോഴികളെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് മണ്ണിൽ ഫ്രീ ആയിട്ട് നട്ട് വയ്ക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു തടസ്സമൊക്കെ വെച്ചിട്ട് ചെയ്താൽ ചിലപ്പം പിടിച്ച് കിട്ടുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നട്ട് വെച്ചത്. പിന്നെ ഇതാ ചാക്കിൽ വെച്ച വലിയ ഉള്ളീൻ്റെയാണ് സവാള.
അപ്പോൾ ഇതും മഴ നന്നായിട്ട് പെയ്ത കാരണം അതിൻ്റെ ലീഫൊക്കെ മഴവെള്ളത്തിൽ അങ്ങനെ ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. കുറച്ച് പുതിയ ലീഫൊക്കെ വന്നിട്ട് അതും സെറ്റായി വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം സെറ്റായി കിട്ടും, ടൈമും ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആയ ടൈം ആയതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ തക്കാളി തൈ ഉണ്ട് ഗ്രോ ബാഗിൽ. 1-2 തക്കാളി തൈ കൊണ്ടുവന്നതിൽ നശിച്ച് പോയിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ ചുള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്, അങ്ങനെ കാറ്റൊക്കെ വരുമ്പോൾ ഒടിഞ്ഞ് വീഴാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് മീറ്റർ പയറാണ്. അത് ഞാൻ തക്കാളീൻ്റെ അടുത്ത് ഗ്രോ ബാഗിൽ തന്നെ വെച്ചതാണ്. അത് പിന്നെ ടെറസിൻ്റെ മുകളിൽ തന്നെ വെച്ചു. അത് ഞാൻ കുറച്ച് നട്ടിട്ടുള്ളൂ, ഇനി കുറച്ച് വിത്തും കൂടെ നടാനുണ്ട്. അപ്പോൾ ഇത് ഉണ്ടായി കുറച്ച് കഴിഞ്ഞിട്ട് നടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ തക്കാളീൻ്റെ അതിലേക്ക് ഞാൻ ചുമപ്പ് ചീരേൻ്റെ വിത്ത് ഇട്ടിരുന്നു. കുറേ മുമ്പ് ഞാൻ ചീര വിത്ത് താഴെ ട്രേയിൽ നട്ടിരുന്നു. അപ്പോൾ അതിലൊന്നും മുളച്ച കണ്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ തക്കാളീൻ്റെ ഗ്രോ ബാഗിൽ ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ മുളച്ച് റെഡിയായി വരുന്നു. അപ്പോൾ ഞാൻ വേറെ ഗ്രോ ബാഗിലേക്ക് അതിനെ മാറ്റി നട്ടതാണ് കേട്ടോ. പിടിച്ച് കിട്ടിയാൽ നല്ലതാണ്. ചുമപ്പ് ചീരയാണല്ലോ. പിന്നെ തക്കാളീൻ്റെ തൈ ഇതാ ഈ ഒരു ഗ്രോ ബാഗിലുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ കുറച്ച് തക്കാളി തൈ ഉണ്ട്. പിന്നെ മുളകിൻ്റെ തൈകളൊക്കെ ഉണ്ട്. മുളകിൻ്റെ തൈയിൽ പൂവിട്ട് വരുന്ന ഒരു ഇതുപോലെ ടെൻഡൻസി കാണുന്നുണ്ട്. ഇത് തക്കാളി തൈയാണ് കേട്ടോ. ഇതാണ് മുളകിൻ്റെ തൈകൾ. അപ്പോൾ അതിൽ മുളക് പിടിക്കാറായണോന്നറിയില്ല, പൂവിടുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. പിന്നെ അവിടെ കാണുന്ന ടയറൊക്കെ എൻ്റെ വണ്ടീൻ്റെ ടയറാണ് കേട്ടോ. ഞാൻ 1 വർഷമോ 2 വർഷമൊക്കെ ആയിട്ട് അങ്ങനെ ടയർ മാറ്റും. പോകുന്ന വഴിക്കൊക്കെ ടയർ പൊട്ടും. ചില സമയത്തൊക്കെ അറിയാൻ പോലും ഇല്ല എന്താ സംഭവം എന്ന്. പിന്നെ വണ്ടീൻ്റെ കാര്യങ്ങളൊന്നും നമുക്കത്ര ക്ലിയറായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ബാക്കിലോ മുൻപിലോ പോകുന്നവരത് ശ്രദ്ധിക്കും, വണ്ടിക്കാർ. അവർ ഓടി വന്നിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതാണ് വെണ്ടത്തൈയൊക്കെ. വെണ്ടത്തൈയും എന്താ ഒരു പ്രത്യേകത, ചെറിയ തൈ ആയപ്പോൾ തന്നെ പൂവിടുന്നുണ്ട്. ചെറിയ വെണ്ടേനൊക്കെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അത് പിടിക്കുകയെന്ന് അറിയില്ല, അതെന്താ മറിമായെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ 2 വെണ്ടേൻ്റെ തൈയാണ് കിട്ടിയത്. ഞാനൊരു 5-6 എണ്ണം വെച്ചിരുന്നു. ഇതിൽ 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ആ ചെറിയ ഗ്ലാസിൻ്റെ അകത്തൊക്കെ വെളുത്തുള്ളി തൈകളാണ്. പിന്നെ ഇത് പച്ചമുളകിൻ്റെ തൈകൾ. അതൊക്കെ പച്ചമുളകിൻ്റെ ഒക്കെ ഇനി മാറ്റി നടണം. ഇത് വെളുത്തുള്ളി വെച്ചതിൻ്റെ. ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല, നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.